അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല നാരങ്ങ അച്ചാർ എനിക്ക് പീടിയതോറും ഓർഡർ ആയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈസൻസും കാര്യമെല്ലാം എടുത്തു. ചെറിയൊരു ബിസിനസ്സിലേക്ക് ഞാൻ കടക്കുകയാണ് ചെയ്യുന്നില്ലത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം. ഇതാ നാരങ്ങ ഞാൻ 5 കിലോ നാരങ്ങ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഫസ്റ്റ് ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് വലിയ ഇടാൻ വേണം. 10 തരം അച്ചാറാണ് പറഞ്ഞത് പീടിയയിലെല്ലാം. നെല്ലിക്ക, മാങ്ങ, ചെറുനാരങ്ങ, ചെമ്മീൻ, വെളുത്തുള്ളി, പിന്നെ ഇരുമ്പാമ്പുളി, അങ്ങനെ പല വെറൈറ്റി 10 അച്ചാറാണ് ഓരോ ദിക്കിൽ പീടിയിൽ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ 5 കിലോ നാരങ്ങ വാങ്ങിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ട് നെല്ലിക്ക വാങ്ങണം. നാളെ പോയിട്ട് കുറച്ച് നെല്ലിക്ക കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായി ഒന്നിത് തിളക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇട്ടിട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ നാരങ്ങ അതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് കയ്പ്പ് ഉണ്ടാവില്ല. നാരങ്ങക്ക് കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഇടുന്നത്. പിന്നെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന? മഴയുണ്ട്, ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ വൈകുന്നേരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മഴ. അപ്പോൾ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. പിന്നെ എൻ്റെ അച്ചാറിൻ്റെ താഴെ എൻ്റെ ഫോൺ നമ്പറെല്ലാം ഞാൻ കൊടുക്കും. അപ്പം സൂതച്ചാറിനും പറഞ്ഞിട്ടുണ്ട്, എല്ലാതരം അച്ചാറിനും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യണം അത്ര ഞാൻ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അച്ചാർ പുരക്കേക്ക് എത്തിച്ചു തരും. അങ്ങനെ ഞാൻ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, ഉപ്പ് ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നന്നായി ഒന്ന് ഇത് തിളക്കണം. കറക്കട്ടില്ല, നന്നായി വെള്ളം നല്ല ഇതൊന്ന് തിളച്ച് വന്നാലേ നമുക്ക് നാരങ്ങ ഇടാൻ പാടുള്ളൂ. നന്നായി ഒന്ന് തിളക്കട്ടി. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചായിട്ട് നാരങ്ങ ഇടുന്നുണ്ട്. എല്ലാം ഇത് കഴുകിയിട്ട് അരിപ്പിയിൽ ഊറ്റിയിട്ട് വെച്ചതാണ്. അപ്പം നന്നായി ഇത് ഈ പഞ്ചസാരയും ഉപ്പും മഞ്ഞപ്പൊടിയിലും തിളക്കണം. നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നാരങ്ങ, നല്ല പഴുത്ത നാരങ്ങ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാറിന് കയ്പോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. ഈ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പഞ്ചസാരയും ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇടുന്നത്. നമുക്ക് ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. ഒന്ന് നന്നായി ഒന്നിത് തിളച്ച് വേവണം നാരങ്ങ. നല്ല മണം വരുന്നുണ്ട് നാരങ്ങ ഇട്ടിട്ടാണ്. നല്ലോണം വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. വേവട്ട് കുറച്ച്. നമ്മുടെ നാരങ്ങ ഇതാ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതാ പച്ചവെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഈ തിളച്ചതിന് കോരിയിട്ട് നമുക്ക് എന്താക്കണം, പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് വെക്കണം. അങ്ങനെ നമ്മൾ പച്ചവെള്ളത്തിലേക്ക് കോരിയിട്ട് നാരങ്ങ ഇട്ട് വെക്കാം. നാരങ്ങ നല്ല കളറ് കണ്ട, വെന്തിട്ടാകുമ്പോൾ നല്ല കളറ് വന്നു. ഇനി ഇത് തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തുടച്ചിട്ട് വെക്കാൻ വേണ്ടി. ഇട്ടതിന് ശേഷം നമുക്ക് കാണാം. നന്നായി ഇതാ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചത് നല്ല തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ടിടാം. അരിപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് വേണം നമുക്ക് ഓരോന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കളറ് നല്ല കളറ്. ഒരു തുള്ളി വെള്ളമായിക്കൂടാ ഇതിന്. എല്ലാം തോർത്ത് മുണ്ടെടുത്ത് നല്ല ഇതിലൊന്ന് തുടച്ചിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
നന്നായി ഇത് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അരിപ്പിയിൽ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് തോർത്ത് മുണ്ടെടുത്ത് നല്ല പുതിയൊരു തോർത്ത് മുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് തുടച്ചിട്ട് മാറ്റി വെക്കാം. നന്നായി അരിപ്പിയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തോർത്ത് മുണ്ട് ഒന്ന് പുതിയതെടുത്ത് ശരിക്കും നല്ല ഇതിലൊന്ന് നമുക്കിത് തുടച്ച് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. ഒരു തുള്ളി വെള്ളം ഇതിലേക്ക് ആകാൻ പാടില്ല. ഓരോന്നായിട്ട് നമുക്ക് തുടച്ചിട്ട് മുറിക്കാം. നന്നായി തുടച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇത് ഉണക്കീന് നല്ല അടുപ്പിൽ വെച്ചിട്ട് പാത്രം നല്ല ഇതിലൊന്ന് ഉണക്കിയിട്ടെടുത്ത് നമ്മളതൊന്നും വെള്ളമായിക്കൂടാ. ഒരു തുള്ളി വെള്ളമായാൽ അച്ചാർ കേടാവും. അപ്പോൾ നല്ല ശ്രദ്ധയോട് വേണം നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് മുറിക്കാം. മുറിച്ചതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ ചെറുനാരങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെച്ചത് ഇതാ. ഉപ്പിലിട്ട് വെച്ച് ഇനി നമുക്ക് അച്ചാറിൻ്റെ പണി തുടങ്ങാം. മാസ്ക് കയ്യൊറ എല്ലാം ഉണ്ട്, പേടിക്കണ്ട, ഞാൻ തന്നെ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് കത്തിക്കാം, അടുപ്പ് കത്തിക്കാം. വീഡിയോയിലേക്ക് വെക്കുന്നതല്ലേ, അപ്പം മാസ്കും കയ്യോറെല്ലാം നിർബന്ധമായിട്ട് വേണം നമുക്ക്. അതിൻ്റെ നല്ല ഈല് നമുക്ക് കൊടുക്കണം. ഒരു പ്രാവശ്യം വെച്ചിട്ട് അത് എല്ലാവരും കൊണ്ടുപോയിക്കാൻ മാതിരി രസം ഉണ്ടെങ്കിലൊക്കെ പിന്നെയും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കെയർ ചെയ്യണം. ഏത് സാധനം എടുക്കുന്നുണ്ടെങ്കിലും പാത്രം നന്നായി ചൂടാവട്ടെ. നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടിട്ട് ഇതിലേക്ക് ഞാൻ എള്ളെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായി ചൂടാവും. അച്ചാറിൽ എപ്പോഴും എള്ളെണ്ണ തന്നെ വേണം. എള്ളെണ്ണ ഉണ്ടാവുമ്പോൾ നല്ല രസമുണ്ടാവും. എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിടാം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ്, ഇഞ്ചി ചെറുതായി മുറിച്ചത് എല്ലാം ഒന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. നന്നായി നമുക്കിതൊന്ന് നല്ല വാങ്ങി ഗോൾഡൻ കളർ പോലെ വാടി വരണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം. അപ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നല്ല ഇതിലൊന്ന് പൊരിഞ്ഞ് വരട്ടി ഇത് വെക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിനി കുറച്ച് ഉപ്പും കൂടി ഞാനിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് നന്നായി തിളച്ച് വേണം. ഞാനിതാ മുറിച്ച് വെച്ച ഉപ്പിട്ടിട്ട് വെച്ച നാരങ്ങ 5 കിലോ ഇതിലേക്ക് ചെരിയുന്നുണ്ട്. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ല ഇതിലൊന്ന് മസാലയിൽ പിടിക്കും. തിളച്ച് കുറുകണം. ഇത് കുറച്ച് തിളക്കട്ട്. പിന്നെ നമുക്ക് കായപ്പൊടി ഇടാം. കുറച്ച് നല്ലോണം കായപ്പൊടി ഇടണം. അപ്പം നല്ല രസമുണ്ടാവും അച്ചാറിന്. കായപ്പൊടി ഇടാം. കുറച്ച് നല്ലോണം കായപ്പൊടി ഇടണം. അപ്പം നല്ല രസമുണ്ടാവും. 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 അപ്പം നല്ല
കായത്തിൻ്റെ മണവും ഉലുവാൻ്റെ മണവും നന്നായി നമുക്ക് ഇളക്കാം. നമ്മൾ പുരക്കുന്ന തന്നെ ആക്കുന്ന അച്ചാർ നല്ല രസമല്ലേ. പിന്നെ കെമിക്കലൊന്നും ഇല്ലാതെയല്ലേ നമ്മ ഉണ്ടാക്കുന്ന സാധനം എല്ലാം കൂടിയിട്ട് ഇട്ടിട്ടല്ലേ. കമ്പനി അച്ചാറല്ലല്ലോ ഇതിന് ഡിമാൻഡ് കൂടുന്നത് തന്നെ അച്ചാറിന്. നമ്മൾ പുരക്കുന്നുണ്ടാക്കുന്ന എല്ലാ തരം അച്ചാറിനും അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. അച്ചാർ നമ്മളെ നാരങ്ങ അച്ചാർ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പിന്നെ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.